അങ്ങനെ അനന്തപുരി തറവാട്ടിൽ ഇപ്പോൾ വലിയൊരു ചർച്ച നടക്കുകയാണ്. അനിയുടെയും അവന്തികയുടെയും വിവാഹ നിശ്ചയം അടുത്ത ആഴ്ച തന്നെ നടത്തണമെന്ന ഉറച്ച തീരുമാനത്തിലാണ് മൂർത്തി മുത്തശ്ശൻ. എന്നാൽ ഈ ബന്ധത്തെ അനി ശക്തമായിട്ട് എതിർക്കുന്നു. നിയമപരമായി അനാമികയുമായിട്ടുള്ള ബന്ധം വേർപ്പെടുത്തിയ ശേഷം ഈ കല്യാണം നടത്താനാണ് മുത്തശ്ശന്റെ പ്ലാനെങ്കിൽ തനിക്ക് ഇഷ്ടമില്ലാത്ത പെണ്ണിനെ കല്യാണം കഴിക്കില്ലെന്നും നിശ്ചയ ദിവസം താൻ ഇവിടെ ഉണ്ടാകില്ലെന്നും അനി വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ മുത്തശ്ശൻ അനിക്ക് കടുത്ത താക്കീത് നൽകുകയാണ്. പക്ഷെ മുത്തശ്ശൻ എന്തിനാണ് ഇങ്ങനെ കല്യാണം നിർബന്ധിക്കുന്നതെന്ന് വെച്ചാൽ അതിന് പിന്നിൽ ആരും വിചാരിക്കാത്ത ഒരു രഹസ്യ പരിപാടിയുണ്ട്. നിശ്ചയ ദിവസം തന്നെ മുത്തശ്ശൻ ആ സസ്പെൻസ് പൊളിക്കുന്നതായിരിക്കും. ഏതായാലും അനിക്ക് അവന്തികയോട് ദേഷ്യമാണെങ്കിലും ജാനകി അവന്തികയെ ആശ്വസിപ്പിക്കുകയാണ് ചെന്നിട്ട്. അനിയുടെ മനസ്സിൽ ഇപ്പോഴും നന്ദുവാണെന്നും നിശ്ചയം കഴിഞ്ഞാൽ എല്ലാം ശരിയാക്കുമെന്നും ജാനകി അവന്തികയോട് പറയുന്നുണ്ട്. തുടർന്ന് ജാനകിയും അജയനും കൂടെ മുത്തശ്ശന്റെ നിർദ്ദേശപ്രകാരം അനിയെയും നിർബന്ധിച്ച് ഉപദേശിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മാനസികമായി തകർന്ന അനിയാകട്ടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ദേഷ്യത്തോടെ. പിന്നീട് അനി അടിയന്തരമായിട്ട് നന്ദുവിനെ വിളിച്ചു വരുത്തുന്നു. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്നും തന്റെ മനസ്സിൽ നന്ദു മാത്രമാണുള്ളതെന്നും അനി സങ്കടത്തോടെ പറയുകയാണ്. പക്ഷേ മൂർത്തി മുത്തശ്ശൻ തീരുമാനിച്ച കാര്യത്തിൽ തങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന ആശങ്കയിലാണ് നന്ദു. ഇങ്ങനെയാണെങ്കിലും അനി ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നുണ്ട് നന്ദുവിനോട്. അഭിയുടെ അനിയത്തിയായ അവന്തികയുടെ സ്വഭാവം തനിക്ക് നന്നായിട്ട് അറിയാം. അവളെ എല്ലാവരും കരുതുന്നത് പോലെ അത്ര ഡീസന്റ് ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ താൻ ഈ വിവാഹ നിശ്ചയം നടക്കാതിരിക്കാൻ ഏത് രീതിയിലും തടസ്സപ്പെടുത്തിയിരിക്കും. പക്ഷെ ഇന്ന് വരെ മൂർത്തി മുത്തശ്ശനെ എതിർത്ത് സംസാരിക്കാത്ത താൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും മുത്തശ്ശൻ താക്കീത് നൽകിയ കാര്യവും അനി നന്ദുവിനെ അറിയിക്കുന്നു. എന്നാൽ തന്റെ വീട്ടിലെ അവസ്ഥയും സമാനമാണെന്ന് നന്ദു വ്യക്തമാക്കുന്നു. അവന്തിക തന്റെ അമ്മയെ വിളിച്ച് നമ്മൾ തമ്മിൽ ഇപ്പോഴും കാണാറുണ്ടെന്ന കാര്യം അറിയിച്ചിരുന്നുവെന്നും ഇതിനെ തുടർന്ന് അനിയുടെ കല്യാണത്തിന് തടസ്സമായി നിൽക്കരുതെന്ന് അമ്മ തന്നെ ഉപദേശിച്ചെന്നും നന്ദു അനിയോട് തുറന്നു പറയുന്നു. അവന്തികയുടെ ഈ മാറ്റം വെറും ഒരു അഭിനയമാണെന്നും അനി അവളെ ഒരു സഹോദരിയെ പോലെയാണ് കാണുന്നതെന്ന് പറഞ്ഞിട്ടും കാര്യമുണ്ടായില്ലെന്നും നന്ദു സങ്കടത്തോടെ അറിയിക്കുന്നുണ്ട്. എന്തായാലും തങ്ങൾ വീണ്ടും ഒരു ഊരാക്കുടുക്കിൽ ചെന്ന് പെടുകയാണോ എന്ന് അനി ഭയപ്പെടുകയാണ് കേട്ടോ. പരസ്പരം ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ടെങ്കിലും വീട്ടുകാരെ വെറുപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുമെന്ന ചിന്ത ഇരുവരെയും വല്ലാതെ അലട്ടുന്നുണ്ട്. മാത്രമല്ല അഭിയുടെ അതേ സ്വഭാവമുള്ള അവന്തിക തന്നെയാണ് ഇതിനെല്ലാം പിന്നിൽ ചരട് വലിക്കുന്നതെന്ന് നന്ദുവും ഉറച്ചു വിശ്വസിക്കുന്നു. ഒടുവിൽ സങ്കടവും ദേഷ്യവും സഹിക്കാനാവാതെ മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവിതം നശിപ്പിക്കുന്നതിലും നല്ലത് തങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും ഒളിച്ചോടി പോയാലോ എന്ന് അനി ചോദിക്കുകയാണ് നന്ദുവിനോട്. എന്നാൽ ആ തീരുമാനം നന്ദു തള്ളിക്കളയുകയാണ്. കാരണം വീട്ടുകാരെയും മുത്തശ്ശനെയും സങ്കടപ്പെടുത്തി ഒളിച്ചോടിക്കഴിഞ്ഞാൽ ആ ശാപം കൊണ്ട് ഒരിക്കലും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ലെന്ന് നന്ദു അനിയെ ഓർമ്മിപ്പിക്കുന്നു. ഈ ഒളിച്ചോട്ടം ഒന്നും നല്ലൊരു വഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് നന്ദു അനിയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. വിവാഹ നിശ്ചയം കഴിഞ്ഞ എത്രയോ കല്യാണങ്ങൾ പിന്നീട് മുടങ്ങിപ്പോയിട്ടുണ്ടെന്നും അതുകൊണ്ട് ഇപ്പോൾ ദൈവത്തിൽ വിശ്വസിച്ച് ക്ഷമയോടെ ഇരിക്കാനും നന്ദു പറയുകയാണ് അനിയോട്. അനാമികയുമായിട്ടുള്ള നിയമപരമായ വിവാഹമോചനം കഴിഞ്ഞാൽ മാത്രമേ അവന്തികയുമായിട്ടുള്ള വിവാഹം നടക്കൂ എന്നതിനാൽ തങ്ങൾക്കിനിയും സമയമുണ്ടെന്ന് തന്നെ നന്ദു അനിയെ ഓർമ്മിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടെ നിശ്ചയ ദിവസം മോതിരം മാറുന്നതോടെ തന്റെ ജീവിതം പൂർണ്ണമായി കുടുങ്ങുമോ എന്ന ഭയമുണ്ട് അനിക്ക്. നന്ദുവിന്റെ വാക്ക് കേട്ട് അനന്തപുരിയിലേക്ക് മടങ്ങുമ്പോഴും നന്ദുവുമൊത്ത് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ജീവിതം തന്നെ അവസാനിപ്പിക്കുമെന്ന് കടുത്ത നിരാശയിലാണ് അനി. മറുഭാഗത്ത് മൂർത്തിമുത്തശ്ശൻ തന്റെ സുഹൃത്തായ നരസിംഹത്തിനെ വിളിച്ച് വിവാഹ നിശ്ചയത്തിന്റെ വിവരങ്ങളെല്ലാം അറിയിക്കുന്നുണ്ട്. ഈ വാർത്ത കേട്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നവീനാണ്. അനി അവന്തികയെ കെട്ടുന്നതോടെ നന്ദുവിനെ തനിക്ക് സ്വന്തമാക്കാം എന്നാണ് നവീൻ കണക്ക് കൂട്ടുന്നത്. നവീന്റെ അമ്മയ്ക്കാണെങ്കിൽ അവന്തികയെ സ്വന്തം മരുമകളാക്കാൻ വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അവള് നല്ല അടക്കവും ഒതുക്കവുമുള്ള കുട്ടിയാണെന്നും നവീൻ അന്ന് ഒരൊറ്റ വാശിക്ക് വേണ്ടെന്ന് വെച്ചതുകൊണ്ടാണ് ആ ആലോചന മുടങ്ങിയതെന്നും നവീന്റെ അമ്മ ഈ സമയത്ത് ഓർത്തു പോവുകയാണ്. നവീന് വേണ്ടി അവന്തികയെ ആലോചിച്ച കാര്യം അവര് വീണ്ടും ഓർമ്മിപ്പിക്കുമ്പോൾ നവീൻ അന്ന് അവന്തികയെ നിരസിച്ചത് നന്ദുവിനെ മനസ്സിൽ കണ്ടുകൊണ്ടാണല്ലോ. നന്ദുവിനെ പോലെയുള്ള ഒരു പോലീസുകാരിയെ ഈ വീട്ടിലേക്ക് മരുമകളാക്കി കയറ്റില്ലെന്ന് അവര് വീണ്ടും നവീനോട് തീർത്തും പറയുകയാണ്. എന്നാൽ തന്റെ മനസ്സിൽ മറ്റൊരാളുള്ളത് കൊണ്ടാണ് അന്ന് അവന്തികയെ വേണ്ടെന്ന് വെച്ചതെന്നും താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ മാത്രമേ കല്യാണം കഴിക്കൂ എന്നും നവീൻ അമ്മയോട് വാശി പിടിക്കുന്നു. അമ്മ തന്നോട് എത്രയൊക്കെ എതിർത്ത് സംസാരിച്ചാലും നവീന്റെ ഉള്ളിൽ ഇപ്പോൾ സന്തോഷം മാത്രമാണ്. കാരണം അനിയുടെയും അവന്തികയുടെയും വിവാഹ നിശ്ചയം നടക്കുന്നതോടെ അനി നന്ദുവിന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി പുറത്താകുമെന്ന് നവീൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇവിടെ മാനസികമായി വല്ലാതെ തളർന്ന അനിയാകട്ടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പിന്നീട് നവീനെ അടിയന്തരമായിട്ട് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. എന്നാൽ അവിടെ എത്തിയ നവീൻ തികച്ചും സന്തോഷവാനായിരുന്നു. അനിയെ കണ്ട ഉടൻ നവീൻ അവന് വിവാഹ നിശ്ചയത്തിന്റെ കൺഗ്രാറ്റുലേഷൻസ് നൽകി പരിഹസിക്കാൻ തുടങ്ങി. മുത്തശ്ശന്മാർ തമ്മിൽ സംസാരിച്ച് വിവരം അറിഞ്ഞാണ് താൻ വരുന്നതെന്നും അവന്തിക അനിക്ക് ഏറ്റവും അനുയോജ്യയായ പെണ്ണാണെന്നും നവീൻ പറയുന്നു. എന്നാൽ കടുത്ത മാനസിക വിഷമത്തിലിരിക്കുന്ന അനിക്ക് നവീന്റെ ഈ സംസാരം ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. താനും നന്ദുവും തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ച് നവീൻ ഒന്നും അറിയില്ലെന്നാണ് അനി ഇപ്പോഴും വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സത്യങ്ങൾ
അറിയാതെയാണ് നവീൻ സംസാരിക്കുന്നത് എന്ന പരിഗണന അനി അവന് നൽകുന്നുണ്ട്. അനിയുടെ പ്രശ്നങ്ങളെല്ലാം മാറുമെന്നും സ്വന്തം കുടുംബത്തിലുള്ള പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ അവളെക്കുറിച്ച് എല്ലാവർക്കും നന്നായി അറിയാമെന്നും അവന്തികയ്ക്ക് നിന്നോട് കടുത്ത പ്രണയം ഉള്ളതുകൊണ്ട് തന്നെ അവളായിരിക്കും മുത്തശ്ശനെ കൊണ്ട് ഈ കല്യാണം ഉറപ്പിച്ചതെന്നും അവന്തിയെ കല്യാണം കഴിച്ചാൽ നിന്റെ ജീവിതം സൂപ്പർ ആകുമെന്നും എല്ലാം നവീൻ ഇങ്ങനെ അനിയോട് പറയുന്നുണ്ട്. എന്നാൽ നവീന്റെ ഈ സംസാരം കേട്ട് ദേഷ്യം വന്ന അനി കടുത്ത ഭാഷയിൽ തന്നെ തിരിച്ചു ചോദിക്കുന്നു, അവന്തിക അത്ര നല്ലതാണെങ്കിൽ പിന്നെ നീ എന്തിനാണ് അവളെ വേണ്ടെന്ന് വെച്ചത്? നിനക്ക് അവളെ കല്യാണം കഴിച്ച് ജീവിതം സൂപ്പർ ആക്കാമായിരുന്നില്ലേ? ഇത് കേട്ട് നവീൻ തന്റെ യഥാർത്ഥ ലക്ഷ്യം പുറത്തെടുക്കുകയാണ്. തന്റെ മനസ്സിൽ നന്ദു മാത്രമാണുള്ളതെന്നും അവളെ അല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കാൻ തനിക്ക് കഴിയില്ലെന്നും നവീൻ തുറന്നു പറയുകയാണ് കേട്ടോ അനിയോട്. എന്നാൽ നവീന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ എന്റെ പെണ്ണിനെ നിനക്ക് ഞാൻ വിട്ടു തരില്ലടാ, നന്ദു എന്റേത് മാത്രമാണ് എന്ന് അനി മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ട്. എങ്കിലും അത് പുറത്തു കാണിക്കാതെ അനി നവീനോട് തന്റെ സങ്കടങ്ങൾ പറയുകയാണ്. വീട്ടുകാരുടെ ഉപദേശം കേട്ട് ഭ്രാന്ത് പിടിച്ചത് കൊണ്ടാണ് ഒരല്പം സമാധാനത്തിന് വേണ്ടി ഞാൻ നിന്നെ കാണാൻ വന്നതെന്ന് അനി പറയുന്നു. അവന്തികയെ ഒരു സഹോദരിയായി മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂവെന്നും ഈ വിവാഹ നിശ്ചയം എങ്ങനെയെങ്കിലും മുടക്കാൻ ഒരു വഴി പറഞ്ഞു തരണമെന്നും അനി നവീനോട് കെഞ്ചുകയാണ്. ഇത് കേൾക്കുന്ന നവീനാകട്ടെ മൂർത്തി മുത്തശ്ശൻ മുന്നിട്ടിറങ്ങി നടത്തുന്ന ഈ വിവാഹം മുടക്കാൻ തനിക്ക് കഴിയില്ലെന്ന് പറഞ്ഞ് കൈമലർത്തുകയാണ്. മറ്റേതെങ്കിലും വീട്ടിലെ പെൺകുട്ടിയായിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നു എന്നാണ് നവീൻ അഭിനയിക്കുന്നത്. അങ്ങനെ അവന്തികയുമായിട്ടുള്ള നിശ്ചയം മുടക്കാൻ തനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് നവീൻ തീർത്തു പറയുമ്പോൾ അനി തന്റെ മനസ്സിലെ ഒരു പുതിയ പ്ലാൻ വെളിപ്പെടുത്തുകയാണ് കേട്ടോ. അത് പിന്നെ നിലവിൽ നിയമപരമായി ഞാൻ അനാമികയുമായിട്ട് വേർപിരിഞ്ഞിട്ടില്ലാത്തതിനാൽ അവളെ കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ ഈ നിശ്ചയം തടയാമെന്ന് അനി കണക്ക് കൂട്ടുകയാണ്. തങ്ങൾ ഇപ്പോഴും ഭാര്യയും ഭർത്താവും ആയതുകൊണ്ട് തന്നെ ഈ വിവരം അറിഞ്ഞാൽ കോടതിക്ക് പോലും ഇടപെടാം. വിവാഹമോചനം വൈകിയാലും കുഴപ്പമില്ല, തൽക്കാലം ഈ ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷപ്പെടണം എന്നാണ് അനി ആഗ്രഹിക്കുന്നത്. പെട്ടെന്ന് ഡിവോഴ്സ് വേണമെന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ അനി തന്നെ ഇപ്പോൾ തീരുമാനം മാറ്റിയതിൽ നവീൻ അത്ഭുതപ്പെടുന്നുണ്ടെങ്കിലും സഹായിക്കാമെന്ന് തന്നെ ഏൽക്കുകയാണ്. അതിനുശേഷം അനിയെ സഹായിക്കാൻ എന്ന വ്യാജേന നവീൻ നേരെ വിളിക്കുന്നത് അനാമികയും വേണുവിനെയുമാണ്. അനന്തപുരിയിൽ അനിയുടെയും അവന്തികയുടെയും വിവാഹ നിശ്ചയം അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന വിവരവും ഡിവോഴ്സ് കഴിഞ്ഞ ഉടൻ കല്യാണം ഉണ്ടാകുമെന്ന കാര്യവും നവീൻ ഇവരെ ധരിപ്പിക്കുന്നു. ഈ വിവരം പറഞ്ഞ അനാമികയ്ക്ക് ചെറിയ നീരസം തോന്നുന്നുണ്ടെങ്കിലും അവൾക്ക് ഏറ്റവും കൂടുതൽ ശത്രുത നന്ദുവിനോടാണ്. തന്റെ ജീവിതം തകർത്തത് നന്ദു ആണെന്ന് വിശ്വസിക്കുന്ന അനാമികയാകട്ടെ അനി അവന്തികയെ കല്യാണം കഴിക്കുന്നതിലൂടെ നന്ദു പൂർണ്ണമായും ഒറ്റപ്പെടുമെന്നാണ് കരുതുന്നത്. വേണുവിനെ പലവട്ടം ലോക്കപ്പിലിട്ട് പൂട്ടിയതിനും തനിക്കെതിരെ തെളിവുകൾ കണ്ടെത്തിയതിനും നന്ദുവിനോട് കടുത്ത പകയാണ് അനാമികയ്ക്ക്. ഏതായാലും അനിയും നന്ദുവും ഒന്നിക്കാതിരിക്കാൻ എന്തും ചെയ്യാൻ അവൾ ഒരുക്കമാണ്. അതുകൊണ്ട് തന്നെ ഈ അവസരം മുതലെടുത്ത് നവീൻ അനാമികയ്ക്ക് പുതിയൊരു ബുദ്ധി ഉപദേശിക്കുന്നു. അനാമികയുമായിട്ടുള്ള വിവാഹമോചനം പെട്ടെന്ന് നടത്തിയാൽ മാത്രമേ അനിയുടെയും അവന്തികയുടെയും കല്യാണം നടക്കൂ എന്നതിനാൽ ഇപ്പോൾ ഡിവോഴ്സ് സമ്മതിക്കാതെ തറവാട്ടുകാരിൽ നിന്ന് വലിയൊരു തുക ചോദിച്ചു വാങ്ങാൻ നവീൻ അവന്തികയോട് പറയുകയാണ്. ഇവിടെ നവ്യയാണെങ്കിൽ നേരെ വിപരീതമായിട്ടാണ് ചിന്തിക്കുന്നത്. അവന്തികയുടെയും അഭിയുടെയും ചതികൾ പൊളിയണമെന്നും അനിയും നന്ദുവും തമ്മിൽ ഒന്നിക്കണമെന്നുമാണ് നവ്യ ആഗ്രഹിക്കുന്നത്. അതിനായി നവ്യയും ചില പ്ലാനുകൾ തയ്യാറാക്കുന്നുണ്ട്. അതിനുശേഷം നാഗേന്ദ്രനും അഭിയും അവന്തികയും ഡേവിഡും എല്ലാം ഒത്തുകൂടി പുതിയ ചില തന്ത്രങ്ങൾ മെനയുകയാണ്. അനിക്ക് താല്പര്യമില്ലെങ്കിലും മുത്തശ്ശൻ ഈ കല്യാണം നടത്തി തരുമെന്ന് അവന്തിക നാഗേന്ദ്രനോട് പറയുന്നു. ഇത് കേട്ട് നാഗേന്ദ്രൻ വല്ലാതെ സന്തോഷിക്കുന്നുണ്ട്. കല്യാണത്തിന് ശേഷം അനിയെ തങ്ങളുടെ വരുതിയിലാക്കി അനന്തപുരി തറവാടും സ്വത്തുക്കളും കൈക്കലാക്കുകയാണ് നാഗേന്ദ്രന്റെ ലക്ഷ്യം. തന്റെ നിശ്ചയത്തിന് അച്ഛൻ വരാത്തതിൽ അവന്തിക സങ്കടപ്പെടുമ്പോൾ നിശ്ചയത്തിനില്ലെങ്കിലും കല്യാണ മണ്ഡപത്തിൽ തലയെടുപ്പോടെ അച്ഛൻ നിന്റെ മുന്നിൽ വരുമെന്ന് നാഗേന്ദ്രൻ ഉറപ്പ് കൊടുക്കുന്നുണ്ട് അവന്തികയ്ക്ക്. അതിനിടയിൽ നന്ദു വളരെ തന്ത്രശാലിയാണെന്നും മുൻപ് സ്വന്തം നിശ്ചയം അവൾ ബുദ്ധിപൂർവ്വം മുടക്കിയിട്ടുണ്ടെന്നും അതുകൊണ്ട് അവളെ സൂക്ഷിക്കണമെന്നും അഭി ഓർമ്മിപ്പിക്കുന്നു. മാത്രമല്ല അനാമികയെ പോലെ അവന്തികയുടെ ജീവിതവും അനി നശിപ്പിക്കുമോ എന്ന ഭയവും അഭി പങ്കുവെക്കുന്നുണ്ട്. എന്നാൽ തന്റെ മകൾക്ക് അതിനുള്ള സാമർഥ്യമുണ്ടെന്ന് പറഞ്ഞ് നാഗേന്ദ്രൻ അഭിയെ വിലക്കുകയാണ്. അവസാനം നാഗേന്ദ്രൻ കടുത്തൊരു ഭീഷണി മുഴക്കുകയാണ്. തങ്ങൾക്ക് കോടികളുടെ നഷ്ടമുണ്ടാക്കിയ നന്ദുവിനെ വെറുതെ വിടില്ലെന്നും അവന്തികയുടെ കല്യാണം കഴിഞ്ഞാലുടൻ നന്ദുവിന്റെ ജീവൻ തന്നെ എടുക്കുമെന്നും നാഗേന്ദ്രൻ ഉറപ്പിച്ചു പറയുന്നു. നന്ദുവിന്റെ മരണം തന്റെ കൈകൊണ്ട് തന്നെയായിരിക്കുമെന്ന് നാഗേന്ദ്രൻ ഉറപ്പിച്ചു പറയുന്നു. അനാമികയ്ക്ക് എത്ര രൂപ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നാലും അത് നൽകി ഡിവോഴ്സ് വേഗത്തിലാക്കാനും അവന്തികയുടെയും അനിയുടെയും കല്യാണം എത്രയും പെട്ടെന്ന് നടത്താനും നാഗേന്ദ്രൻ പ്ലാൻ ചെയ്യുന്നു. ഇതിലൂടെ അവന്തികയുടെ വഴിയിലെ എല്ലാ തടസ്സങ്ങളും മാറുമെന്നാണ് നാഗേന്ദ്രന്റെ കണക്കുകൂട്ടൽ. മറുഭാഗത്ത് വിവാഹ നിശ്ചയത്തിന്റെ ദിവസങ്ങൾ അടുക്കുകയാണ്. നിശ്ചയം കഴിഞ്ഞാലും കല്യാണം മുടങ്ങാൻ സാധ്യതയുണ്ടെന്ന് നന്ദുവിന്റെ വാക്കുകളിൽ പ്രതീക്ഷ അർപ്പിച്ച് മനസ്സില്ലാ മനസ്സോടെയാണ് അനി ചടങ്ങുകൾക്കായി തയ്യാറെടുക്കുന്നത്. വീടിന് പുറത്താക്കപ്പെട്ട ആദർശും നാനിയും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാത്ത സങ്കടത്തിലുമാണ്. എന്നാൽ കഥയെ മാറ്റിമറിച്ചുകൊണ്ട്
ആരും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് ഇവിടെ സംഭവിക്കുന്നുണ്ട് കേട്ടോ. അഭിയുടെ ഫോണിൽ നിന്ന് നവ്യയ്ക്ക് വളരെ നിർണായകമായ ചില തെളിവുകൾ ലഭിക്കുകയാണ്. അവന്തികയും നാഗേന്ദ്രനും തമ്മിൽ ഇപ്പോഴും വലിയ ബന്ധത്തിലാണെന്നും ഈ വിവാഹത്തിലൂടെ അനന്തപുരി തറവാടും മൂർത്തീസ് ജ്വല്ലറിയും കൈക്കലാക്കുകയാണ് അവരുടെ ലക്ഷ്യമെന്നും നമ്മുടെ നവ്യ തിരിച്ചറിയുകയാണ്. ഏതായാലും ഈ ചതി നവ്യ ഉടനെ തന്നെ മൂർത്തിമുത്തശ്ശനെ അറിയിക്കുന്നു. ആദ്യം ഇക്കാര്യം വിശ്വസിക്കാൻ മടിച്ചെങ്കിലും തെളിവുകൾ കണ്ടതോടെ മുത്തശ്ശനും മുത്തശ്ശിയും ആകെ ഞെട്ടിപ്പോവുകയാണ്. തങ്ങളെ ഇത്രയും കാലം സ്നേഹം അഭിനയിച്ച് പറ്റിക്കുകയായിരുന്നു അവന്തിക എന്ന് അവരങ്ങനെ തിരിച്ചറിയുന്നു. അതിനുശേഷം മുത്തശ്ശനാകട്ടെ കടുത്ത ദേഷ്യത്തോടെ നേരെ അവന്തികയുടെ മുറിയിലേക്ക് നടക്കുകയാണ്. ആ സമയം അവന്തിക മുറിക്കുള്ളിൽ നാഗേന്ദ്രനുമായിട്ട് ഫോണിൽ സംസാരിക്കുകയായിരുന്നു. അവന്തിക ഇങ്ങനെ നാഗേന്ദ്രനെ അച്ഛ എന്ന് വിളിച്ച് സംസാരിക്കുന്നതും അവരുടെ രഹസ്യ പദ്ധതികളും എല്ലാം മുത്തശ്ശൻ ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ്. ഈ നിശ്ചയം കഴിഞ്ഞാലുടൻ അനിയേട്ടനെ ഞാൻ എൻ്റെ വശത്താക്കും. പിന്നെ ഈ കാണുന്ന സ്വത്തുക്കളുടെ എല്ലാം ഏക അവകാശികൾ നമ്മളായിരിക്കുമെന്ന് അവന്തിക ഇങ്ങനെ ഫോണിലൂടെ പറയുന്നത് മുത്തശ്ശൻ നേരിട്ട് തന്നെ കേൾക്കുകയാണ്. തറവാട്ടിൽ ആർക്കും തങ്ങളെക്കുറിച്ച് ഒരു സംശയവും ഇല്ലെന്ന അഹങ്കാരത്തിലൊക്കെയാണ് അവന്തിക സംസാരിക്കുന്നത്. തറവാട്ടിൽ ആരും ഈ വിവാഹ നിശ്ചയത്തെ എതിർക്കില്ലെന്നും വീട്ടുകാരും പുരോഹിതരും മാത്രമേ ചടങ്ങിലുള്ളൂ എന്നും അവന്തിക നാഗേന്ദ്രനോട് ഫോണിൽ പറയുന്നത് മുത്തശ്ശൻ ഒളിച്ചു എന്ന് വ്യക്തമായി കേൾക്കുകയാണ്. നവ്യ പറഞ്ഞതെല്ലാം 100% സത്യമാണെന്ന് ബോധ്യപ്പെട്ട മുത്തശ്ശനാകട്ടെ കടുത്ത ദേഷ്യത്തോടെ താഴേക്ക് ഇറങ്ങി വരുന്നു. മുത്തശ്ശന്റെ മുഖത്തെ മാറ്റം കണ്ട് അജയനും ദേവയാനിയും കാര്യം തിരക്കുന്നുണ്ടെങ്കിലും മുത്തശ്ശൻ ഒന്നും പറയുന്നില്ല. തുടർന്ന് ജാനകിയും ദേവയാനിയും ചേർന്ന് അനിയെയും അവന്തികയും ചടങ്ങിലേക്ക് വിളിച്ചുകൊണ്ട് വരുന്നു. തനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കല്യാണത്തിന് നിൽക്കേണ്ടി വരുന്ന സങ്കടത്തിലാണ് അനി. എന്നാൽ അവന്തികയെ വിശ്വസിച്ച് സ്വന്തം കൊച്ചുമകനെ മനസ്സിലാക്കാതെ പോയല്ലോ എന്ന വലിയ സങ്കടമായിരുന്നു മുത്തശ്ശന്റെ മനസ്സിൽ. അങ്ങനെ പിന്നെ അനിയും അവന്തികയും വന്ന് നിൽക്കുമ്പോൾ അവര് നല്ലൊരു ജോഡിയാണെന്ന് തറവാട്ടുകാർ പുകഴ്ത്താൻ തുടങ്ങുന്നു. എന്നാൽ ആ സമയം മുത്തശ്ശൻ ആ വൻ ട്വിസ്റ്റ് പൊളിക്കുകയാണ്. നാഗേന്ദ്രനുമായി നിനക്ക് എത്ര നാളത്തെ അടുപ്പമുണ്ടെന്ന് മുത്തശ്ശൻ അവന്തികയോട് നേരിട്ട് അങ്ങനെ ചോദിക്കുന്നു. ഇത് കേട്ട അവന്തിക ആദ്യം ഞെട്ടിയെങ്കിലും കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. പക്ഷെ മുത്തശ്ശൻ അവള് ഫോണിൽ സംസാരിച്ച എല്ലാ ചതിയുടെ വിവരങ്ങളും എല്ലാവരുടെയും മുന്നിൽ വെച്ച് തുറന്നടിക്കുകയാണ്. അനിയുടെ ഭാര്യയായിട്ട് വരാനല്ല, നാഗേന്ദ്രനും അഭിക്കും ഒപ്പം ചേർന്ന് അനന്തപുരി തറവാടും സ്വത്തുക്കളും തകർത്ത് കൈക്കലാക്കാനാണ് അവന്തിക ശ്രമിച്ചതെന്ന് മുത്തശ്ശൻ എല്ലാവർക്കും മുമ്പിൽ വെച്ച് വെളിപ്പെടുത്തുന്നു. തുടർന്ന് സ്വന്തം മകന്റെ ജീവിതം വെച്ച് കളിച്ച അവന്തികയോട് ദേഷ്യം സഹിക്കാനാവാതെ ജാനകി അവളുടെ കരണത്തടിക്കുന്നു. അതിനുശേഷം നാഗേന്ദ്രനൊപ്പം ചേർന്ന് കുടുംബം കുളം തൊണ്ടാൻ നോക്കിയ അവന്തികയും അവൾക്ക് കൂട്ടുനിന്ന അഭിയെയും തറവാട്ടിൽ നിന്ന് ഉടനടി പുറത്താക്കുകയാണെന്ന് മുത്തശ്ശൻ കടുത്ത ഭാഷയിൽ തന്നെ പ്രഖ്യാപിക്കുന്നു. അവന്തിക മുത്തശ്ശന്റെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കാനും അനിയോടുള്ള പ്രണയം സത്യമാണെന്ന് വരുത്തി തീർക്കാനും കുറെ നാടകങ്ങൾ കളിക്കുന്നുണ്ടെങ്കിലും മുത്തശ്ശൻ അതൊന്നും വിലവെക്കുന്നില്ല. അഭിയുടെയും ജലജയുടെയും അതേ കുടിലബുദ്ധിയാണ് അവന്തികയ്ക്കുമെന്ന് തിരിച്ചറിഞ്ഞ് തറവാട്ടുകാർ മുഴുവൻ അവളെ വെറുപ്പോടെ നോക്കുന്നു. കൃത്യസമയത്ത് തെളിവുകളുമായി ഇടപെട്ട നവ്യ കാരണം മൂർത്തിമുത്തശ്ശൻ തന്നെ ആ വിവാഹ നിശ്ചയം തടസ്സപ്പെടുത്തുകയും അനിയെ ആ വമ്പൻ ചതിക്കുഴിയിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്നു. ഇത് അനിക്കും നന്ദുവിനും വലിയ ആശ്വാസമായിട്ട് മാറുകയാണ്. എന്നാൽ നവ്യ ഇവിടം കൊണ്ടും നിർത്തുന്നില്ല. അനിയും നന്ദുവും തമ്മിൽ ഒന്നിക്കാൻ വേണ്ട എല്ലാ സഹായങ്ങളും താൻ ചെയ്യുമെന്ന് നവ്യ ഉറപ്പ് കൊടുക്കുകയാണ്. മാത്രമല്ല ഇനി മുത്തശ്ശൻ തന്റെ മുന്നിൽ നിന്ന് അനിയുടെയും നന്ദുവിന്റെയും കല്യാണം നടത്തി കൊടുക്കണമെന്ന് നവ്യ ആവശ്യപ്പെടുകയും മുത്തശ്ശൻ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആവേശകരമായ ആ പുതിയ എപ്പിസോഡുകൾക്കായി കാത്തിരിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.